മഹാലക്ഷ്മി പുതിയ എപ്പിസോഡിന്റെ റിവ്യൂലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മേഘനാഥൻ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ്. കണ്ണൻ മേഘനാഥനോട് ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞതോടെ നിന്നെ കാണാൻ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. ആ സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മി അവിടേക്ക് കടന്നു വരുന്നത്. മഹാലക്ഷ്മിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ മേഘനാഥൻ. അപ്പോൾ നമ്മുടെ കണ്ണൻ മേഘനോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങാനും എന്റെ ഭാര്യയുടെ പിറകെ ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് നടന്നിരുന്നോ? അതുകൊണ്ടാണോ നീ എന്റെ ഭാര്യയെ കാണാതെ മുങ്ങി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ മേഘനാഥൻ. അപ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി, ഇപ്പോൾ പ്രായമായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എന്റെ പെങ്ങളെ കെട്ടിച്ചു തരാൻ വേണ്ടി നിൽക്കുവാണ് ഞാൻ. അപ്പോൾ എന്റെ അളിയനായിട്ട് വരുന്ന ആൾക്ക് കുറച്ച് മാന്യത വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു പെണ്ണിന്റെയും കണ്ണീര് വീഴ്ത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ്. ആ സമയം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ 1-2 പ്രാവശ്യം ആശുപത്രിയിൽ വന്നായിരുന്നു എന്നൊക്കെ. അപ്പോൾ നമ്മുടെ മേഘനാഥൻ ഞെട്ടി നിൽക്കുകയാണ്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മേഘനാഥൻ റൂമിൽ കയറി ബെഡ്ഷീറ്റും തലങ്ങണിയൊക്കെ എടുത്തെറിയുന്നതാണ്. ഈ സമയം നമ്മുടെ മേഘനാഥൻ സാഗറിനെ വിളിക്കുന്നുണ്ട്. സാഗറിനെ വിളിച്ച് മേഘനാഥൻ കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹി ഓഫീസിലിരിക്കുന്നതാണ്. മഹി ഓഫീസിലിരുന്നു കൊണ്ട് മേഘനാഥന്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. മേഘനാഥൻ തന്നോട് ചെയ്ത വൃത്തികേടൊക്കെ മഹി ആലോചിക്കുന്നുണ്ട്. ഇത്രയും വൃത്തികെട്ടവനായ ഇയാൾക്ക് ഒരിക്കലും മഞ്ജുവിനെ കെട്ടിച്ചു കൊടുക്കരുതെന്ന് മഹി അവിടെ വെച്ച് ആലോചിക്കുകയാണ്. ആ സമയത്താണ് ഒരു അൺനോൺ നമ്പർ നമ്മുടെ മഹിയുടെ ഫോണിലോട്ട് വിളിക്കുന്നത്. മഹി ആ ഫോൺ എടുത്ത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണ് മേഘനാഥൻ എന്ന് പറയുകയാണ്. അപ്പോൾ മഹി പറയുന്നുണ്ട്, താനിപ്പോൾ എന്റെ ഫോണിലോട്ടൊക്കെ വിളിക്കാൻ തുടങ്ങിയോ? ആദ്യം തനിക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോൾ എന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മേഘനാഥൻ മഹിയോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മഹിയോട് മേഘനാഥൻ പറയുന്നുണ്ട്, കണ്ണനോട് ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന്. അപ്പോൾ നമ്മുടെ മഹി മേഘനാഥനോട് ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. ഞാൻ കണ്ണേട്ടനോട് ഈ കാര്യങ്ങളൊന്നും പറയില്ല, പക്ഷെ നിങ്ങൾ മഞ്ജുവിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെന്ന് മഞ്ജുവിന്റെയും അമ്മായിയുടെയും മുഖത്ത് നോക്കി പറയണമെന്ന് പറയുകയാണ് നമ്മുടെ മഹാലക്ഷ്മി. അപ്പോൾ നമ്മുടെ മേഘനാഥൻ ആ കാര്യം മാത്രം പറ്റില്ല, വേറെ എന്തും ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയായാൽ ഞാൻ കണ്ണേട്ടനോട് എല്ലാ കാര്യങ്ങളും പറയുമെന്ന്. അപ്പോൾ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കാം, കണ്ണനോടൊന്നും പറയരുതെന്ന്. ആ നിമിഷം നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ശ്രമിച്ചാൽ പോരാ, എന്തായാലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മേഘനാഥൻ ഹലോ ഹലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ നിമിഷം നമ്മുടെ മേഘനാഥൻ ചിന്തിക്കുകയാണ്, ഇവൾ ഒരു നടിക്ക് പോകുന്ന ലക്ഷണമില്ല, ഇവൾ എന്റെ ജീവിതം കുളമാക്കുമെന്നാ തോന്നുന്നേ, ഇവിടെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് കൊല്ലേണ്ടി വരുമെന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.